ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇവിടെ ക്യാപ്പൊക്കെ ഇട്ടിരിക്കണമെന്നല്ലേ. UK 7 ഡിഗ്രി ആണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ടെസ്കോ സൂപ്പർ സ്റ്റോർ പോവും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് 10 ബ്രിട്ടീഷ് സ്നാക്സ് എടുക്കും. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് അത് നിങ്ങൾ റേറ്റ് ചെയ്യാൻ പോകുന്നത് 10 ഔട്ട് ഓഫ് 10 എത്ര നമുക്ക് സ്കോർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ടെസ്കോ ചെയ്തിട്ട് കാണാം. ഇന്നിവിടെ നല്ല ചാറ്റൽ മഴയുണ്ട്. ഇന്നിവിടെ ഫുട്ബോൾ മാച്ച് നടക്കുക ലെസ്റ്റർ സ്റ്റേഡിയത്തിൽ. അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. നമ്മൾ ടെസ്കോയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് 10 ഡിഫറെൻറ്റ് സ്നാക്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തതാണ് ടെസ്കോൻ്റെ 2 കസ്റ്റാർഡ് സ്ലൈസസ്. ഇതിവിടെ ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ പേസ്ട്രി ഐറ്റംസിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് സ്ലൈസ്. നെക്സ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിക്കിൾഡ് ബീറ്റ്റൂട്ട്. നമ്മളവിടെ അച്ചാർ എങ്ങനെ എഴുതുക, മസാലകളൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെയാണ്, ജസ്റ്റ് മസാലകളൊന്നുമില്ല. ഇംഗ്ലീഷുകാർക്ക് അതിൽ സ്പൈസി ഫുഡ് ഇഷ്ടമല്ല, അപ്പോൾ അവർ ഇങ്ങനത്തെ ഫുഡൊക്കെ യൂസ് ചെയ്യുക നമ്മൾ പിക്കിളിന് പകരം. അപ്പോൾ ഇതൊരു പിക്കിൾഡ് ഐറ്റമാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുത്തിരിക്കുന്ന ഇതാണ്. നെക്സ്റ്റ് വേണം അപ്പോൾ ഓണിയൻ റിങ്സ്. ഇപ്പോൾ നമ്മുടെ 4ാമത്തെ ഐറ്റമാണ് ബേക്കഡ് ബീൻസ്. നെക്സ്റ്റ് വേണം നമ്മൾ വാക്കേഴ്സിൻ്റെ ചീസ് ആൻഡ് ഓണിയൻ്റെ ചിപ്സ്. പിന്നെ റൈസ് പുഡിംഗ് ആണ് കേട്ടോ. റൈസ് പുഡിംഗ് ഡ്രിങ്ക് ആട്ടോ സെലക്ട് ചെയ്തിരിക്കണേ. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് ഡ്രിങ്കാണ്. നെക്സ്റ്റ് വേണം നമ്മൾ ഗ്രനോല ഫ്ലാപ്പ് ജാക്ക്. ഇത് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് 2 കൂടി ഇട്ടിരുന്നത് ഇതാണ് റോയ്സൺസ്. അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ പ്രൊണൗൺസിയേഷൻ. ഇത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. പിന്നെ പാൻ കേക്ക്, നമ്മളെ നാട്ടിലെ ദോശയൊക്കെ ഇല്ലേ, കുട്ടി ദോശകൾ അങ്ങനത്തെ. നമുക്കിനി ഇത് ബില്ലാക്കിയിട്ട് വിളിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ റേറ്റ് ചെയ്യാം. ഇത് നമ്മളെ ടെസ്കോയുടെ ക്ലബ് കാർഡാട്ടോ. നമുക്ക് ഇവിടെ കാണിച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുന്നു. ഓരോ പ്രാവശ്യം പോയിന്റ് വരും. 24 ഉണ്ടായത് 21 ഉണ്ടായി. Oh my God, it's whistling outside, guys. അപ്പോൾ നമ്മൾ 10 ഡിഫറെൻറ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ ജുജു? ഫസ്റ്റ് നമ്മൾ ഏതായിരിക്കുന്നത് കസ്റ്റാർഡ് സ്ലൈസസ് ആട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞങ്ങളത് ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ അതിങ്ങനെയാട്ടോ ഗൈസ്, കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് ജുജു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യും അതൊക്കെ ഇങ്ങോട്ട് തച്ച് തരാം. ഈ സൈഡ് നോക്ക്. ടേസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര ഷുഗറിയാ. ഭയങ്കര ഷുഗറിയാ ഗായ്സ്. അപ്പൊ നമ്മളിതിൽ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? 10 ഔട്ട് ഓഫ് 10. ജൂജുവിന് ഷുഗർ ആവുകൊണ്ട് 10 ഔട്ട് ഓഫ് 10 കൊടുക്കും. ഞാനൊരു 7 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാം. നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല.
കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഫുഡ് ഏതാ ജുജു? നെക്സ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് വോക്കേഴ്സ് ചിപ്സ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നതാണ് കേട്ടോ, ജുജുവിൻ്റെ ഒക്കെ ഫേവറേറ്റ് അല്ലേ. ജുജു ടേസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ മെയിൻ ഫുഡ് കേട്ടോ, അവർക്ക് ചിപ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്യാൻ അല്ലേ. നമുക്കൊരു 9 out of 10 കൊടുക്കണം. ഓക്കെ, ജൂജിന് 10 out of 10 കൊടുക്കാം നമുക്ക്. ഇതിന് ഡിഫറെൻറ്റ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്തിരിക്കുന്നത് ചീസ് ആൻഡ് ഓണിയൻ ആണേ. അപ്പം നമ്മളെ രണ്ടാമത്തെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ തേർഡ് ഞങ്ങൾ ഇരിക്കുന്ന അതാണ് റൈസ് പുഡിങ്. ജൂജി ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ ആദ്യം ഓവനിൽ 1 മിനിറ്റ് വെക്കണം കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതിലേക്ക് തന്നെ ഇതാക്കിയതാണേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ജൂജു ടേസ്റ്റ് ചെയ്തില്ലല്ലോ. ഇത് പായസത്തിന്റെ പോലെയാണ് നമ്മളെ നാട്ടിൽ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജൂജിന് ഇഷ്ടമായില്ല? ജൂജിന് എന്താ ഇഷ്ടമായത്? തീരെ മനസ്സിലാവില്ല. വെറും നമ്മളെ അരിയില്ലേ, നമ്മള് പാലിലിട്ടിട്ടാക്കിയിട്ട് അമ്പലത്തിലൊക്കെ പായസം കിട്ടില്ലേ, സെയിം സാധനം. അതിനൊരു തുള്ളി ഒരു മധുരം ഉണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജൂജിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഒരു 6 ഒക്കെ കൊടുക്കാം. 10 out of 10 ഒന്നും കൊടുക്കാൻ പറ്റില്ല. 5 out of 10. ജൂജി 5, ഞാൻ 6 കേട്ടോ. അപ്പൊ അങ്ങനെ റൈസ് പുഡിങ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് വന്ന് ഗ്രാനോല ഫ്ലാപ്പ് ജാക്ക്. എന്താ ജൂജു? ഈ കണ്ടിട്ട് തന്നെ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. എന്തോ ഓട്സിന്റെ ഒക്കെ എന്തോ സാധനമാണ്. ഇത് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിലൊക്കെ. ഇതിങ്ങനെ സ്ലൈസ് ആയിട്ടാണേ. അതങ്ങനെ എടുത്ത് കടിച്ചോ. കടിക്ക്. എന്തോ വലിയ സാധനം വെച്ച് കടിക്കുന്നുണ്ട്. 7 ഒക്കെ ഉണ്ടോ ജൂജു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു 4 out of 10. ജൂജു എത്ര? 7 ഒന്നുമില്ല കേട്ടോ ജൂജു. ഇനി നമുക്ക് ഇത് നോക്കാം. നമുക്ക് ഞാൻ ഒരു ജ്യൂസ് നോക്കാം അല്ലേ. ഒരു ജ്യൂസ് ആണ്, ഗ്രോവേഴ്സ് ഹാർവസ്റ്റിന്റെ ഗ്രീൻ ആപ്പിൾ ജ്യൂസ്. ചെയ്ത് പൊട്ടിക്കാൻ കുറച്ച് ഞങ്ങളിവിടെ വാങ്ങാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാം ഗൈസ്. അപ്പൊ ഞങ്ങള് ജ്യൂസ്, ഞങ്ങളെ ക്യൂട്ട് ഗ്ലാസ് ഉണ്ടല്ലേ, ചോദിക്കാം. പൂ ഗ്രീൻ ആപ്പിൾ ആണേ. കുടിക്കും. അവിടേക്ക് നോക്കി പറ. ഇത് ടേസ്റ്റ് ചെയ്യാം. 10 out of 10 കൊടുക്കാം. കുടിക്കണോ? കുടിച്ചോ ഫുള്ള്. ജൂജുന് ബേക്കഡ് ബീൻസ് സ്കൂളിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ നെക്സ്റ്റ് വേണം കേട്ടോ ബേക്കഡ് ബീൻസ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട് തോന്നുന്നു. ജൂജിന് എന്താ സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ടോ? ജൂജിന് ഇഷ്ടമാണ്. ജൂജിന് നല്ല ഇഷ്ടം ഇംഗ്ലീഷുകാരുടെ ഫുഡ്. ഞങ്ങളില്ലേ ഈ ബേക്കഡ് ബീൻസ് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചു കേട്ടോ. അല്ല ജൂജു, ചൂടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കാം. ജൂജിന് ഓൾറെഡി ഇഷ്ടമായിരിക്കുന്നത്. കഴിച്ചോക്ക്. ചൂടുണ്ടോ നോക്കണേ. ചൂടുണ്ടോ? ചൂടാ? ഞാൻ നോക്കട്ടെ. കാല് നേരം പറ്റും. എനിക്കിഷ്ടപ്പെടില്ല. ജൂജിന് ഇഷ്ടം. ജൂജി എത്ര കൊടുക്കും മാർക്ക്? ഔട്ട് ഓഫ് 10? ജൂജു 10 കൊടുക്കും. ജൂജുന് ഇംഗ്ലീഷായ എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു 3 ഒക്കെ കൊടുക്കുള്ളൂ. ജൂജുന് നല്ല ഇഷ്ടമാണ് ഇംഗ്ലീഷുകാരുടെ ഫുഡ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. ഇതാണ് പിക്കിൾഡ് ബീട്രൂട്ട്. ജൂജുന് ഇത് ഇഷ്ടാവില്ല കേട്ടോ. നോക്കാം. എന്താ ജൂജു ഇതെന്താ വിനെഗറിലൊക്കെ ഇട്ടതാ തോന്നുന്നു.
ഇംഗ്ലീഷുകാരുടെ പിക്കിൾ ഇങ്ങനെയാണ് കേട്ടോ, കണ്ടോ. നമ്മളിവിടുത്തെ പിക്കിൾ മസാലയൊക്കെ ഇട്ടിട്ടല്ലേ, അച്ചാറ് പൊടിയൊക്കെ ഇട്ടിട്ട്. ഇത് പണ്ട് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ സ്കൂളിൽ കണ്ടിട്ടില്ല, ബീട്രൂട്ടും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പാക്കറ്റിൽ ഇങ്ങനെ തൂക്കിയിട്ട് അതിൻ്റെ അതേപോലത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അയ്യേ ശരിക്കും അന്നത്തെ ആ ബീട്രൂട്ട് അച്ചാറ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കും. നല്ല ഗ്യാസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കിട്ടിയ അച്ചിയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ പാക്കറ്റിലിട്ടിട്ട്. ശരി, ഉപ്പ് കുറവാണ്. വിനാഗിരിയിൽ ശരിക്കും സാധനം ഇട്ടേക്കില്ലേ, സെയിം. അപ്പൊ അതിന് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതെന്താ ജൂജു പറഞ്ഞ ക്രോസന്റ് ആണ്. ക്രോസന്റ് ആണോ എന്താണോ എന്ന് അറിയില്ല, എന്തായാലും ക്രോസന്റ് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ജൂജുവിന് മുന്നേ. കഴിച്ചോ, ടേസ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടെന്ന് പറയാനുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, അത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ക്രോസൻസ് കേട്ടോ. ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഈ എല്ലാത്തിനും 10 out of 10 കൊടുക്കണം. ഇതിനൊരു 7 ഒക്കെ കൊടുക്കാം. വെറുതെ നമ്മൾ ബണ്ണ് തിന്നില്ലേ, അതേപോലെ കഴിക്കാം. അപ്പൊ ഞങ്ങൾക്ക് 8 എണ്ണം കഴിഞ്ഞു, ഇനി 2 എണ്ണം കൂടി ബാക്കിയുണ്ട്. നെക്സ്റ്റ് ഏതാ? പാൻ കേക്കാ. നെക്സ്റ്റ് നമ്മൾ പാൻ കേക്ക്, സ്കോട്ടിഷ് പാൻ കേക്ക്. ഇത് നമ്മളെ കുട്ടി ദോശ അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. അതിനപ്പം കിട്ടുന്നില്ല ഗായ്സ്. കുട്ടി ദോശ എടുത്തോ, കാണട്ടെ ഞാനൊന്ന് കഴിച്ചിട്ട്. എനിക്ക് നോക്കി പറ വീഡിയോയിലേക്ക്. ജൂജുനൊന്നും അറിയില്ല. ജൂജു എല്ലാത്തിനും 10 out of 10 ആട്ടോ കൊടുക്കണം. ഞാനൊന്ന് പറയട്ടെ. നേരിട്ട് ജൂജു ഇത് നമ്മൾ കണ്ട ദോശയുടെ ഒക്കെ പോലെ തോന്നും, പക്ഷെ ദോശയുടെ ടേസ്റ്റ് ഒന്നുമല്ല. കുഴപ്പമില്ല, ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. നമ്മളെ കള്ളപ്പത്തിന്റെ ഒക്കെ ഒരു രുചിട്ടോ. നമുക്ക് വേണോ? അപ്പൊ ഇതിന് 7 out of 10 കൊടുക്കുക. ജൂജു 10 out of 10 കൊടുത്തു, ഞാൻ 6 കൊടുത്തു. 6 അല്ല 7, സോറി. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ലാസ്റ്റ് വണ്ടിക്ക് എത്തിയിരിക്കുകയാണ് ഓണിയൻ റിങ്സ്. പക്ഷെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ, വീറ്റ് ഫ്രീ, മിൽക്ക് ഫ്രീ ഒക്കെയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ഇത് വെച്ചിട്ടുണ്ട് അറിയില്ല, കഴിച്ചൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടില്ല. ഇത് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു സ്വീറ്റ് ആൻഡ് സോൾട്ട് അങ്ങനെ ഒരു ഇതാ. അപ്പോൾ ഞങ്ങൾ 10 ഡിഫറെൻറ്റ് ഫുഡ് ട്രൈ ചെയ്തു. അതിൽ ഒന്ന് മാത്രമേ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഫുഡ് ഐറ്റംസ്. അപ്പം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോലെ. ജൂജു, നീ ജൂജിന് എന്തെങ്കിലും പറയണ്ടോ? ജൂജിന് ഏറ്റവും ഇഷ്ടമുള്ളത് വാഫേഴ്സും പാൻ കേക്കും ബീൻസും. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അത് ഫുഡ് ഐറ്റംസ് അല്ല, വേറെ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ മേടിച്ചിട്ട് റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ബൈ ഫോർ ടുഡേ. ബൈ കൊടുക്കും. ബൈ.